ചില റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയാൽ ഇനിയൊരു പ്രാവശ്യം കൂടി ഉണ്ടാക്കണം തോന്നുന്നില്ലേ? അങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി ആട്ടോ ഇത്. ചപ്പാത്തിൻ്റെ കൂടെ മാത്രമല്ല, ചോറിൻ്റെ കൂടെ, നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ ഈ ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരടികട്ടിയുള്ള പാത്രം എടുക്കുക. അതിലേക്ക് ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. 8 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി വേണമെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടി കൊടുത്താലും മതി. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഓവറായിട്ട് റോസ്റ്റ് ചെയ്യണ്ട. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ മതിയാവും. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇതിങ്ങനെ റോസ്റ്റായി കിട്ടും. ഈ ഒരു ടൈം ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ മാറ്റി വെക്കണേ. നല്ലോണം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇനി വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ക്ലീൻ ആക്കി എടുത്ത ചിക്കന് ഇതുപോലെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. ചിക്കനിലേക്ക് മസാലയോ ഉപ്പോ ഒന്നും പുരട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലെ പ്ലെയിനായിട്ട് തന്നെ പൊരിച്ചെടുത്താൽ മതി. 2 സൈഡും ഈ ഒരു രീതിക്ക് തന്നെ കുക്കാക്കി എടുക്കണേ. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ കേട്ടോ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഒരു 5 മീഡിയം സൈസ് സവാള ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഇളക്കി നല്ല രീതിക്ക് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. സവാള പെട്ടെന്ന് കുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എത്ര കറിവേപ്പില ഇടുന്നു അത്രയും ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറേ ഉണ്ടെങ്കിൽ അത്രയും ഇട്ട് കൊടുക്കുക. ഈ ഒരു കറിക്ക് കുറച്ചും കൂടി സവാള വേണം, അതുകൊണ്ട് കേട്ടോ കുറച്ചും കൂടി എടുത്തത്. സവാള ഇതുപോലെ നല്ലോണം സോഫ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് പച്ചമുളക് കേട്ടോ. ഞാനിവിടെ 3 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ അത്യാവശ്യം കൂട്ടിയെടുത്താലും മതി. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് 1.5 ടീസ്പൂൺ ബിരിയാണി മസാല. ഞാനിവിടെ വീട്ടിൽ നിന്ന് പൊടിച്ച ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നത്. മാക്സിമം വീട്ടിൽ നിന്ന് പൊടിച്ച മസാല തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണേ. എന്നാണ് ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഈ 2 മസാല മാത്രമായിട്ടോ ഈ ഒരു കറിക്ക് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി അതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി മസാലയും ചിക്കനും ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ തേങ്ങ മിക്സ് അല്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കണേ. കുറച്ചധികം ടൈം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു റെസിപ്പി ചെയ്താൽ മതി. ഇനി കറി സെറ്റായതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക. വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഗീ തന്നെ ഒഴിച്ച് കൊടുക്കണേ. നിങ്ങളടുത്ത് അതില്ലെങ്കിൽ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. അതിലേക്കൊരു 10-12 എണ്ണം ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മൊരിപ്പിച്ചെടുക്കണേ. ഇനി ഇത് ചൂടോടെ തന്നെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കറിക്ക്. കുറച്ച് സ്റ്റെപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എന്തായാലും ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.